ഒരു കാലത്ത് ഡിഗ്രി ഉണ്ടോ എന്നതായിരുന്നു തൊഴിൽ മേഖലയിലെ പ്രധാന ചോദ്യം. പിന്നീട് അത് വൈദഗ്ധ്യമുണ്ടോ, ജോലിയുണ്ട് എന്നായി മാറി. ആ മാറ്റത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഓൺലൈൻ സ്കില്ലിംഗ് കമ്പനികളും എഡ്ടെക് പ്ലാറ്റ്ഫോമുകളും അതിവേഗം വളർന്നത്. ഇപ്പോൾ വൻകിട എഡ്ടെക് കമ്പനികൾ സ്വതന്ത്ര യൂണിവേഴ്സിറ്റികളാകാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. രാജ്യത്തെ മുൻനിര എഡ്ടെക് സ്ഥാപനങ്ങളായ ഫിസിക്സ് വാല, സ്കെയിലർ, മാസ്റ്റേഴ്സ് യൂണിയൻ, അപ്ഗ്രാഡ് തുടങ്ങിയവർ ഇപ്പോൾ യൂണിവേഴ്സിറ്റി പദവി ലഭിക്കാനുള്ള കഠിന ശ്രമങ്ങളിലാണ്. ഡിഗ്രി വിദ്യാഭ്യാസം സ്കില്ലുകളെ ആധാരമാക്കിയുള്ള ഘടനയിലേക്ക് മാറാനുള്ള വലിയ സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസം ഒരു ശുദ്ധ കച്ചവട വസ്തുവായി പരിമിതപ്പെട്ടേക്കാമെന്ന ആശങ്കയും നമ്മുടെ മുന്നിൽ നിലനിൽക്കുകയാണ്. കോവിഡ് മഹാമാരിയാണ് ഈ മാറ്റങ്ങൾക്ക് ആക്കം കൂട്ടിയത്. ഇന്ത്യയിലെ വിദ്യാഭ്യാസ സംവിധാനത്തെ ആഴത്തിൽ മാറ്റിമറിച്ച ഒരു ഘട്ടമായിരുന്നു കോവിഡ് കാലം. ക്ലാസ് മുറികൾ അടഞ്ഞതോടെ ഓൺലൈൻ പഠനവും സ്കില്ലിംഗ് പ്ലാറ്റ്ഫോമുകളും അതിവേഗം വളർന്നു. കോഡിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡാറ്റാ സയൻസ്, പ്രൊഡക്റ്റ് മാനേജ്മെൻറ്റ് തുടങ്ങിയ കോഴ്സുകൾക്ക് വൻ ഡിമാൻഡാണ് ആ സമയത്തുണ്ടായത്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷൻ മാർക്കറ്റിൻ്റെ വിപണി മൂല്യം 2023 $19.4 ബില്യൺ ആയിരുന്നുവെങ്കിൽ 2030 അത് $54.4 ബില്യൺ ഉയരും. ഏകദേശം 15.8% വാർഷിക വളർച്ചാ നിരക്കാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് അടുത്ത 25 വർഷം മുതൽ 30 വർഷം വരെ ഇന്ത്യക്ക് അപൂർവമായ ഒരു കാലഘട്ടമാണെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. 1.4 ബില്യണിലേറെ ജനസംഖ്യയുള്ള ഇന്ത്യയിൽ ഏകദേശം പകുതിയോളം പേർ 25 വയസ്സിന് താഴെയാണ്. ഈ വസ്തുത എഡ്ടെക് കമ്പനികൾക്ക് വൻ സാധ്യതകളാണ് തുറന്നു വെക്കുന്നത്. എന്നാൽ മഹാമാരി കഴിഞ്ഞപ്പോൾ അഥവാ കോവിഡ് കഴിഞ്ഞപ്പോൾ അവസ്ഥയാകെ മാറി. കോളേജുകൾ വീണ്ടും തുറന്നു. വിദ്യാർത്ഥികൾ ക്യാമ്പസുകളിലേക്ക് മടങ്ങി. ഓൺലൈനിൽ അധിഷ്ഠിതമായിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും സ്കില്ലിംഗ് പ്ലാറ്റ്ഫോമുകളുടെയും വളർച്ചയെയും സാധ്യതകളെയും അത് ബാധിച്ചു. കൂടെ യൂണിവേഴ്സിറ്റികളുമായി സഹകരിച്ചുള്ള ബ്രാൻഡഡ് കോഴ്സുകൾ, സർട്ടിഫിക്കേഷനുകൾ, തൊഴിലധിഷ്ഠിത ഹ്രസ്വകാല പ്രോഗ്രാമുകൾ എന്നിവയ്ക്ക് മാത്രം ദീർഘകാല വളർച്ച സാധ്യമല്ല എന്ന യാഥാർത്ഥ്യം കൂടി ഈ ഘട്ടത്തോടെ വ്യക്തമായി. ഇത് പരിഹരിക്കണമെങ്കിൽ ഗവൺമെൻറ് അംഗീകാരത്തോടെ യൂണിവേഴ്സിറ്റി സ്വഭാവത്തിൽ തന്നെ മൂല്യമുള്ള സർട്ടിഫിക്കേഷൻ നൽകേണ്ടതുണ്ട് എന്നുകൂടി എഡ്ടെക് കമ്പനികൾക്ക് ബോധ്യപ്പെട്ടു. ഈ കാരണങ്ങൾ കൊണ്ടാണ് എഡ്ടെക് കമ്പനികൾ യൂണിവേഴ്സിറ്റി പദവിക്ക് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മാസ്റ്റേഴ്സ് യൂണിയൻ ഇതിനോടകം തന്നെ അണ്ടർ ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രികൾക്കായി ലൈസൻസ് അപേക്ഷ നൽകിക്കഴിഞ്ഞിരിക്കുന്നു. സ്കെയിലർ 2024 സ്കെയിലർ സ്കൂൾ ഓഫ് ടെക്നോളജി ഈ ശ്രമങ്ങളുടെ ഭാഗമായി ആരംഭിച്ചിട്ടുണ്ട്. 2025 ഏകദേശം 2 ലക്ഷം രജിസ്ട്രേഷനുകളാണ് സ്കെയിലർ നേടിയത്. പൂർണ്ണമായി യൂണിവേഴ്സിറ്റി സ്വഭാവത്തിലേക്ക് മാറാനായി 20 ഏക്കർ വിസ്തീർണമുള്ള ക്യാമ്പസ് സ്ഥാപിക്കാനുള്ള സാധ്യതയും സ്കെയിലർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്നും വളർന്നു വന്ന സൈലം എന്ന കമ്പനിയും സമാനമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫിസിക്സ് വാല ആന്ധ്രാപ്രദേശ് സർക്കാരുമായി ധാരണാപത്രം ഒപ്പുവെച്ച് യൂണിവേഴ്സിറ്റി ഓഫ് ഇന്നൊവേഷൻ എന്ന പേരിൽ ഒരു സർവകലാശാല സ്ഥാപിക്കാനുള്ള പദ്ധതിയിലാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഡീപ് ടെക് മേഖലകൾക്ക് പ്രാധാന്യം നൽകുന്ന ഹൈബ്രിഡ് ലേണിംഗ് മോഡൽ അടിസ്ഥാനമാക്കിയുള്ള ഒരു സാങ്കേതിക സർവകലാശാലയാണ് ഫിസിക്സ് വാല ലക്ഷ്യമിടുന്നത്. വെറുമൊരു ഓൺലൈൻ വിദ്യാഭ്യാസ സ്ഥാപനം എന്നതിനപ്പുറം ബഹുമുഖ പഠനാനുഭവം നൽകുന്ന ഒരു പുതിയ വിദ്യാഭ്യാസ മാതൃകയായിരിക്കും പദ്ധതി എന്നാണ് ഫിസിക്സ് വാലയുടെ അവകാശവാദം. ചുരുക്കത്തിൽ പ്രമുഖ എഡ്ടെക് കമ്പനികളെല്ലാം യൂണിവേഴ്സിറ്റിയായി മാറാനുള്ള ശ്രമങ്ങളിലാണ്. ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ നിലപാട് കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തെയും മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് സർക്കാർ ആവർത്തിച്ചു പറയുമ്പോഴും കർശനമായ നിയന്ത്രണങ്ങളും മറ്റുമായി യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ മറുവശത്തുണ്ട്. ഈ മാറ്റം നല്ലതാണോ അതോ മോശമാണോ എന്ന ചോദ്യം കൂടി തീർച്ചയായും അഡ്രസ്സ് ചെയ്യപ്പെടണം. ഒരു വശത്ത് തൊഴിൽ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള വിദ്യാഭ്യാസം, വിദ്യാർത്ഥികൾക്ക് കൂടുതൽ കോഴ്സ് സാധ്യതകൾ എന്നിവ ഈ മാതൃകയുടെ ഗുണങ്ങളാണ്. മറുവശത്ത് വിദ്യാഭ്യാസം ഒരു വിപണി ഉൽപ്പന്നമായി മാറാമെന്ന അപകടവും പതുങ്ങിയിരിപ്പുണ്ട്. പരിശോധിച്ച് വരുമ്പോൾ ഭാവിയിൽ ഹൈബ്രിഡ് യൂണിവേഴ്സിറ്റികൾ സാധാരണമായേക്കാവുന്ന സാധ്യതയും തള്ളിക്കളയാനാവില്ല. നിലവിലുള്ള സർവകലാശാലകളും അവയുടെ സിസ്റ്റവും അതോടെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായേക്കും. എഡ്ടെക് ഭീമന്മാരുടെ സ്വകാര്യ സർവകലാശാലകൾ തമ്മിലുള്ള മത്സരവും വിദ്യാഭ്യാസ മേഖലയുടെ ഗതി മാറ്റുമെന്നതിൽ സംശയമില്ല. ചുരുക്കത്തിൽ എഡ്ടെക് കമ്പനികളുടെ സർവകലാശാല സ്വപ്നം വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരങ്ങളാകുമോ, അല്ലെങ്കിൽ പുതിയ അസമത്വങ്ങൾ സൃഷ്ടിക്കുമോ എന്നത് നിയന്ത്രണവും ഗുണനിലവാരവും എത്രമാത്രം ഉണ്ടാകുമെന്നതിനെ പൂർണ്ണമായും ആശ്രയിച്ചിരിക്കും. അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുമ്പോഴും ഒരു കാര്യം ഉറപ്പാണ്: ഇന്ത്യയിലെ ഉയർന്ന വിദ്യാഭ്യാസം ഭാവിയിൽ അടിമുടി മാറ്റങ്ങൾക്ക് വിധേയമാകും.